മതം അസഹിഷ്ണുതയല്ല ഗുണകാംക്ഷയാണ് എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനനായ ഷെരീഫ് മേലതിൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليه ഇന്ന അല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അറബി കോളേജ് സമ്മേളനം അതിൻ്റെ സമാപന സമയങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംതൃപ്തമല്ലാത്ത ഒരു സദസ്സിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഹംദും സലാത്തും കഴിയുന്നതോടുകൂടെ വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ പ്രേരിപ്പിക്കുമാറുള്ള ഒരു മുഖഭാവത്തോടു കൂടെയാണ് നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഏതായിരുന്നാലും പറയാൻ ഞാനും കേൾക്കാൻ നിങ്ങളും നിർബന്ധിതരാണ് എന്നതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അറബി കോളേജുകളിൽ പഠിച്ചു എന്നതുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് സദസ്സുകളെ അഭിമുഖീകരിച്ചിട്ടുള്ള ഖുത്ബയായും ക്ലാസ്സായും വയലായും ഒക്കെ പലരുടെ മുമ്പിലും നിന്ന് അവതരിപ്പിച്ചിട്ടുള്ള ആളുകളാണ് നല്ലൊരു ശതമാനം ഈ സദസ്സിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ആയത്ത് ഓതുമ്പോഴൊക്കെ അതിൻ്റെ തഫ്സീർ നിങ്ങൾ ഓൾറെഡി ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെയാണ് പറയാൻ പോവുക എന്നുള്ളത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇസ്ലാമിനെ എങ്ങനെ പ്രതിനിധാനം ചെയ്യണം എന്നത് ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളൊരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇസ്ലാമിൻ്റെ മുഖം എങ്ങനെ പ്രകടിപ്പിച്ചാലാണ് നമ്മുടെ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനാവുക എന്നത്, നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാനാവുക എന്നത്, നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാനാവുക എന്നത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സാഹചര്യത്തിൽ. 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 40, 50 കൊല്ലം മുമ്പ് കേരളത്തിൽ മുസ്ലിമായി ജീവിച്ച ആളുകൾക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളെയും അന്തരീക്ഷങ്ങളെയും അല്ല
ഞാനും നിങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഓരോ നോട്ടങ്ങളും ചലനങ്ങളും എൻ്റെയും നിങ്ങളുടെയും സംസാരങ്ങളും ഇടപാടുകളും ക്രയവിക്രയങ്ങളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്ന വലിയ സൂക്ഷ്മദർശിനികളിലൂടെ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുകൂലമായും പ്രതികൂലമായുമുള്ള മനോഭാവങ്ങളിലൂടെ നമ്മളിങ്ങനെ വരഞ്ഞടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതം അതെന്താണ് എന്നും എന്തല്ല എന്നും നിരന്തരമായി നമ്മൾ പറയണം. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ മതം പലതുമല്ല. ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മതം ഭീകരതയല്ല, ഞങ്ങളുടെ മതം തീവ്രവാദമല്ല, ഞങ്ങളുടെ മതം കലാപമല്ല, ഞങ്ങളുടെ മതം സംഘർഷമല്ല, ഞങ്ങളുടെ മതം അസഹിഷ്ണുതയല്ല. ഇതിങ്ങനെ നിരന്തരം ഒരു പ്രബോധിത സമൂഹത്തോട് ആവർത്തിച്ച് നമുക്ക് പറയേണ്ടി വരിക. അതിൻ്റെ ഒരു കാരണം, അല്ല എന്ന് നാം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആണ് എന്ന് വരുത്തി തീർക്കാൻ നിരന്തരമായ വ്യാപകമായ ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ്. ഇസ്ലാം കലാപമാണ്, സംഘർഷമാണ്, അക്രമമാണ്, തീവ്രവാദമാണ്, ഭീകരതയാണ്, അസഹിഷ്ണുതയാണ്. ഇതെല്ലാം വരുത്തി തീർക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളുണ്ട്. ആ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഞങ്ങളിതൊന്നും അല്ല, ഞങ്ങൾ ഇതിൻ്റെ ഒന്നും ആളുകളല്ല, ഞങ്ങൾക്ക് അത്തരം ചിന്താഗതികളില്ല എന്നിങ്ങനെ ഒരു വലിയ കുറ്റബോധത്തോടുകൂടെ വിളിച്ചു പറയേണ്ടുന്ന ഒരു ഗതികേട് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവർക്കില്ലാത്ത, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കില്ലാത്ത ഒരു ദുരന്തമാണ്. ഒരു ഹിന്ദു മതത്തിൻ്റെ പണ്ഡിതൻ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഭീകരവാദികളോ തീവ്രവാദികളോ കലാപകാരികളോ അക്രമകാരികളോ അല്ല അങ്ങനെ പറയുന്നില്ലല്ലോ. ആ മതത്തിൻ്റെ ഉള്ളിൽ അക്രമകാരികളോ കലാപകാരികളോ തീവ്രവാദികളോ ഭീകരവാദികളോ ഇല്ലാത്തത് കൊണ്ടല്ല, ഹിന്ദു മതം തീവ്രവാദമാണ് ഭീകരവാദമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളില്ലാത്തത് കൊണ്ടാണത്. ഒരു ക്രൈസ്തവ പുരോഹിതനും അങ്ങാടിയിൽ കടന്നു വന്നിട്ട് ക്രൈസ്തവ മതം തീവ്രവാദമോ ഭീകരവാദമോ കലാപമോ അക്രമമോ അല്ല എന്ന് പ്രസംഗിക്കാറില്ല. അത് ചെയ്യേണ്ടി വരാത്തത്, അവർക്ക് അങ്ങനെ പറയേണ്ടി വരാത്തത്, ക്രൈസ്തവ മതം ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം തീവ്രവാദമാണ് അക്രമമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അത് വളരെ വ്യാപകം. അത്തരം ശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്ന ഒരു സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഓരോ അംഗവും കാണിക്കേണ്ടുന്ന അതീവ ജാഗ്രതയും സൂക്ഷ്മതയും ഒരു അറബിക് കോളേജിൻ്റെ ഇസ്ലാമിക മതപഠന കലാലയങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളുകൾ എന്ന ധാരണയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവിധ മതവിഭാഗങ്ങളിലും പെട്ട ആളുകളുടെ ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഒരുപാട് ചർച്ച നടന്നിട്ടുള്ളൊരു വിഷയമാണ്. ഒരു ബഹുമത സമൂഹത്തിലെ മുസ്ലിം ജീവിക്കുമ്പോൾ ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റ് മതവിശ്വാസികളുണ്ട്, അവർക്കിടയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൂടാ, പറയുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെയല്ല നിലപാടുണ്ടാകേണ്ടത്. കുറേ ഹിന്ദുക്കൾക്കിടയിലാണ്, ക്രൈസ്തവർക്കിടയിലാണ്, നിരീശ്വരവാദികൾക്കിടയിലാണ്, ഭൗതികവാദികൾക്കിടയിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം എടുത്തുണ്ടാക്കിയെടുക്കുന്ന നിലപാടുകളല്ല ഒരു മുസ്ലിമിൻ്റെ ഇത്തരം സന്ദർഭങ്ങളിലുള്ള നിലപാടുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നിലപാടല്ല. നേരത്തെ ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കൃത്യമായ ഉത്തരവുണ്ട്. ഒരു ബഹുമത സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, വ്യത്യസ്ത മതവിശ്വാസികൾക്കിടയിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാജ്യം വിട്ടുപോകുന്നത് വലിയ ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ. ഒരു ജനിച്ച് ജീവിക്കുന്ന നാട് വിട്ടു പോകുന്നത് 10-20ഓളം ആളുകൾ അങ്ങനെ പോയി പോലും.
10-20ഓളം ആളുകൾ അങ്ങനെ പോയി എന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ചർച്ചയായി. മുഖ്യധാര മാധ്യമങ്ങളിൽ നിരന്തരമായി അനേകം പേജും ഇവിടുത്തെ ചാനലുകളിൽ അതിൻ്റെ ഏറ്റവും പ്രൈം ടൈം എന്താണെങ്കിൽ അതും ചെലവഴിച്ച് ഒരുപാട് ചർച്ച ചെയ്തു കേരളം. ഒരു 20ഓളം ആളുകളുടെ മനോഭാവമാണ്, 20ഓളം ആളുകളുടെ നിലപാടാണ് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം, നാട് വിട്ടുപോവുക എന്നത്, മതവിശ്വാസത്തിൻ്റെ പേരിൽ നാട് വിട്ടുപോവുക എന്നത്, മതവുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ കൊണ്ട് നാട് വിട്ടുപോവുക എന്നത് ഒരു പുതിയ സംഭവമല്ല. ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, ഇസ്ലാമിനെ മനസ്സിലാക്കിയപ്പോൾ ഈ രാജ്യത്തു നിന്ന് പല ആളുകളും ഈ രാജ്യം വിട്ട് മറ്റ് പല നാടുകളിലും പോയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചേരമാൻ പെരുമാൾ ചരിത്രമായാലും മിത്തായാലും കഥയായാലും ഐതിഹ്യമായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുവെന്നും പൊതുവായി അംഗീകരിക്കപ്പെടുന്നൊരു വസ്തുതയാണ്. ഈ രാജ്യം വിട്ട് മക്കയെപ്പോലെ വിശുദ്ധ മണ്ണിലെത്തി മതം പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴി അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ഞാനവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, മതം പഠിക്കുന്നതിനു വേണ്ടി ഇവിടെ നിന്ന് പോയ ആളുകൾ കേരളത്തെ പോലെയുള്ള ഇന്ത്യയെപ്പോലെയുള്ള ഒരു അവിശുദ്ധ നാട്ടിൽ നിന്ന്, അവിശ്വാസത്തിൻ്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടുവെന്നും വിശുദ്ധമായ ഒരു രാജ്യത്ത് ഞങ്ങൾ എത്തിച്ചേർന്നുവെന്നും ഇനി ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും എന്നുമല്ല അവർ തീരുമാനിച്ചത്. അവർ തിരിച്ച് ഈ നാട്ടിലേക്ക് തന്നെ പോരുന്ന വഴിക്കാണ്, മടങ്ങി വരുന്ന വഴിക്കാണ് ചേരമാൻ പെരുമാളിൻ്റെ മരണമുണ്ടായി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് മതം പഠിക്കുന്നതിനു വേണ്ടി കേരളം വിട്ട് മക്കയും മദീനയും അടക്കമുള്ള ഹറമുകളിൽ ചെന്ന് ഇസ്ലാമിക വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം നടത്തിയ മഹാപണ്ഡിതന്മാരാണ് സൈനുദ്ദീൻ മഖ്ദൂമുമാർ. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനായാലും രണ്ടാമനായാലും കേരളം വിട്ട് ഹറമുകളിൽ ചെന്ന് മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾക്കകത്ത മഹാപണ്ഡിതന്മാരുടെ കീഴിലിരുന്ന് മതപഠനം നടത്തിയ പണ്ഡിതന്മാർ. അവിടുന്ന് പഠനം കഴിഞ്ഞ് ഈജിപ്തിൽ പോയി അൽ-അസ്ഹറിൽ നിന്ന് ഹദീസിൽ തഖസ്സുസ് ചെയ്ത് അവർ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. ഞാൻ അവിടെ പറയുന്നത്, ഈ നാട് വിട്ട് പോയി മഹാപണ്ഡിതന്മാരുടെ മുമ്പിൽ വർഷങ്ങളോളം ഇരുന്നിട്ട് മതപഠനം നടത്തിയ ആളുകൾക്ക് ഈ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ഒരാശയക്കുഴപ്പവും അവർക്കുണ്ടായിരുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂമുമാർ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, അദ്ദേഹം ഹറമിലെ പഠനം പൂർത്തിയാക്കി അൽ-അസ്ഹറിൽ പോയി അവിടെ നിന്നും പഠിച്ച് പിന്നീട് കേരളത്തിൽ വന്ന് പൊന്നാനി കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം പറയുന്നത്. രാജ്യം വിട്ടുപോകുന്നത് ഒരു പുതിയ സംഭവമല്ല. രാജ്യം വിട്ടുപോയ ആളുകൾ, ഇതിനു മുമ്പേ വിട്ടുപോയ ആളുകൾ ഒരു അവിശുദ്ധമായ ഒരു നാട്ടിൽ നിന്ന് വിശുദ്ധിയുടെ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു വന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, നമുക്കറിയാം, ഒരു ഹിജ്റ വർഷാരംഭത്തിൻ്റെ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ ആദ്യമായി അബിസീനയിലേക്ക് ഹിജ്റയുണ്ടാകുന്നു. രണ്ടാമത് ആദ്യം പോയ 19 ആളിൽ 15 ആളിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും അവർ തിരിച്ച് മക്കത്തേക്ക് തന്നെ മടങ്ങി വന്നത്. എന്തിനാണ് അവർ പോയി എന്നതിൻ്റെ ഉത്തരം കൂടിയാണ്. എന്തിനാണ് അവർ രാജ്യം വിട്ടത് എന്നതിൻ്റെ മറുപടിയായിരുന്നു. മക്കത്ത് നിന്ന് അബിസീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾ ആദ്യത്തെ അബിസീന യാത്ര കഴിഞ്ഞവർ തിരിച്ചു വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബും ഹംസ റളിയല്ലാഹു അൻഹും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന വിവരം കേട്ട് മക്ക ഇസ്ലാമിന് അനുകൂലമായിരിക്കുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അബിസീനയിലേക്ക് പോയ ആളുകൾ തിരിച്ചു വന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. രണ്ടാമത് 80ഓളം വരുന്ന ആളുകൾ വീണ്ടും അബിസീനയിലേക്ക് യാത്ര പോകുന്നു. ഒരു ക്രൈസ്തവ രാജ്യത്തേക്കാണ് മുസ്ലിങ്ങളുടെ ഹിജ്റയുണ്ടാവുന്നത്. നജാഷി രാജാവിൻ്റെ ക്രൈസ്തവ നാട്ടിലേക്ക് മുസ്ലിങ്ങളുടെ ഹിജ്റയുണ്ടാവുകയാണ്. അവർ അവിടെ ഹിജ്റ പോയിട്ട് അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് അബിസീനയിൽ നിന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മദീനത്തേക്ക് മടങ്ങുന്നത്.
ഞാൻ പറയുന്നത്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നതാണ് വലിയ പ്രാധാന്യത്തോടു കൂടെ അവതരിപ്പിക്കണം. നമ്മളുടെ നാട്ടിൽ വലിയ ഒരു മഹാപണ്ഡിതന്മാരുടെ അധ്യാപനങ്ങൾ എന്ന നിലയ്ക്ക് പഠിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് നമ്മളുടെ നാട്ടിൽ. ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക നാടുകളിലാണ് ജീവിക്കേണ്ടത് എന്ന് പറയാണ്. യമനിലേക്കാണ് അത്ര ആളുകൾ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ രാഷ്ട്രമുണ്ടാക്കി എന്ന വിവരം കേട്ട് യമനിൽ നിന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന ഒരു സംഘം മദീന രാജ്യത്തേക്ക്, റസൂൽ ഭരിക്കുന്ന മദീന രാജ്യത്തേക്ക് പുറപ്പെടുക. അബിസീനിയ വഴി അവർ വന്നപ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അവരെ കാണുകയും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തോട് താങ്കൾ ഇവിടെ ഇറങ്ങി താമസിക്കണം കുറച്ചു കാലം ഞങ്ങളോടൊപ്പം എന്നാവശ്യപ്പെടുകയും ജഅഫർ ഇബ്നു അബീ ത്വാലിബിൻ്റെ സ്നേഹനിർബന്ധങ്ങൾക്ക് വഴങ്ങി മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് യമനിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ അനിസ്ലാമിക രാജ്യമായ ക്രൈസ്തവ ഭരണകൂടം ബൈബിൾ വെച്ച് ഭരണം നടത്തുന്ന, അവിടുത്തെ ഭരണാധികാരി ഒരു ക്രിസ്ത്യാനിയാണ് എന്നത് മാത്രമല്ല, അബിസിനയിലെ ഭരണം ബൈബിൾ വേദവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ക്രൈസ്തവ രാജാവിൻ്റെ മതരാജ്യമാണ്. ഒരു സെക്യുലർ രാജ്യമോ അതല്ലെങ്കിൽ മതവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ഒരു പൊതുഭരണമോ അല്ല അവിടെ നടക്കുന്നത്. അബിസിനിയ ഒരു ക്രൈസ്തവ മതരാഷ്ട്രമാണ്. ആ മതരാഷ്ട്രത്തിൽ താമസിച്ച ജഅഫർ ഇബ്നു അബീ ത്വാലിബിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് മദീനയിലേക്ക് പുറപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള 50ഓളം വരുന്ന ആളുകൾ അബിസീനിയയിൽ ഇറങ്ങി താമസിക്കുകയാണ്. എന്നിട്ടാണ് പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ് മദീന രാഷ്ട്രം നിലവിൽ വന്ന് 50 കൊല്ലത്തിന് ശേഷമാണ്, 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അബിസീനിയയിൽ നിന്നുള്ള ആളുകൾ മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഇസ്ലാമിക പ്രമാണമെങ്കിലും, ഇതാണ് അടിസ്ഥാനപരമായി ഈ രംഗത്തുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെങ്കിലും ഇസ്ലാമിൻ്റെ പ്രവാചകനെ, ഇസ്ലാമിൻ്റെ നിലപാടുകളെ വളരെ അപകടകരമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. നമ്മുടെ ആളുകളുടെ നാവുകളിൽ നിന്ന് തന്നെ വരുന്ന വർത്തമാനങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അറബ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരാണ്. അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളിൽ മഹാപണ്ഡിതന്മാരിൽ അവരുടെ എഴുത്തുകളിൽ അവരുടെ രചനകളിൽ പലതും എഴുതപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഒരു നാടിനോട്, ഒരു സമൂഹത്തോട്, 4 ആളുകളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു പുതുമുള്ള കാര്യം സംസാരിക്കണം എന്നത് മാത്രമാകരുത് നമ്മുടെ ചിന്ത. ഞാൻ പറയുന്ന കാര്യത്തിന് പ്രമാണമുണ്ടാകണം, ഞാൻ പറയുന്ന കാര്യം മതമാകണം, ഞാൻ പറയുന്ന കാര്യം തെളിവുള്ളതാകണം, ഞാൻ പറയുന്ന കാര്യം ഖുർആനിനോട് ബന്ധമുള്ള, അതിൻ്റെ അനുവാദമുള്ള, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളോട് ബന്ധമുള്ള, അതിൻ്റെ അനുവാദമുള്ള കാര്യങ്ങളെ ഞാൻ മതം എന്ന നിലക്ക് ആളുകളോട് പറയാവൂ എന്നൊരു നിലപാട് നമുക്കുണ്ടാകണം. എപ്പോഴും പുതുമ മാത്രം ജനങ്ങളെ കേൾപ്പിക്കണം എന്ന് ചിന്തിച്ചിട്ട് പ്രസംഗപീഠങ്ങളിലേക്ക് കയറി നിന്നാൽ, ജനങ്ങളെ പുതിയൊരാശയം കേൾപ്പിക്കണം എന്ന നിയ്യത്തോടുകൂടെ മൈക്കിൻ്റെ മുമ്പിൽ കടന്നു വന്ന് നിന്നാൽ, ഏത് കിതാബുകളിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെടുത്തുദ്ധരിച്ച് ഒരു പുതുമ വിളമ്പുന്നൊരവസ്ഥ ഉണ്ടായാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ആ വ്യക്തിയിലോ, ആ വ്യക്തി ക്ലാസ് എടുത്ത തൻ്റെ മുമ്പിലുണ്ടായിരുന്ന 10 ആളുകളിലോ മാത്രം പരിമിതപ്പെടുന്നതാവില്ല. ആ ദുരന്തത്തിന്, ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കാൻ മാത്രമുള്ള വ്യാപ്തി ആ ദുരന്തത്തിന് ഉണ്ടാകും എന്ന ബോധം നമുക്ക് വേണം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് എന്താ? നമുക്ക് ചിരിക്കാൻ പറ്റുമോ എന്നാണ്. പരസ്പരം ചിരിക്കാൻ പറ്റുമോ? നമുക്ക് പരസ്പരം മിണ്ടാൻ പറ്റുമോ? നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ, പൂർവസൂരികൾ, അവർ ജീവിച്ചപ്പോൾ ഈ നാട്ടിലുള്ള പച്ചയായി ജീവിച്ച മറ്റേതൊരു മനുഷ്യൻ്റെയും കൂടെ ചേർന്ന് നിന്ന്, ഒട്ടി നിന്ന്, മുട്ടി നിന്ന്, തോളിൽ കൈയിട്ട് അങ്ങോട്ട് സന്ദർശിച്ചും ഇങ്ങോട്ട് സഹകരിച്ചും സന്തോഷത്തോടെ, സമാധാനത്തോടെ, മാനുഷികമായി പരസ്പരം പങ്കുവെക്കാവുന്ന വിഭവങ്ങളെല്ലാം പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടുകൂടെ ജീവിച്ചൊരു നാട്ടിൽ നമുക്ക് പരസ്പരം ഉള്ളു തുറന്ന് മിണ്ടാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടും മാറിയിരിക്കുന്നു. സലഫി എന്ന പേരിൽ, സലഫി ആദർശം എന്ന പേരിൽ വളരെ വ്യാപകമായി സമൂഹത്തിൽ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോടുള്ള ബന്ധങ്ങൾ അതെങ്ങനെയാകണം എന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിക പ്രമാണം എന്താണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടണം. ഇസ്ലാമിക പ്രമാണം എന്താണെങ്കിൽ അത് നമ്മുടെ സമുദായത്തിൽ പഠിപ്പിക്കപ്പെടണം.
ഇസ്ലാമിക പ്രമാണം എന്താണെങ്കിൽ ആ നിലപാട് വളരെ കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടണം. അതില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും കിതാബുകളിൽ ആരെങ്കിലും എഴുതി വെച്ചതൊക്കെ ഉദ്ധരിച്ച് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും, അതിന് നാളെ നിങ്ങൾ എത്ര വലിയ പണ്ഡിതന്മാരായാലും, നാളെ നിങ്ങളുടെ പഠനവും ഉപരിപഠനവും അതിൻ്റെ മുകളിലുള്ള പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഏതെല്ലാം ബിരുദങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കിയാലും, എത്ര വലിയ കിതാബുകളുടെ അക്ഷരങ്ങൾക്കകത്തുകൂടെ നിങ്ങൾ ഊളിയിട്ടിറങ്ങിയാലും, ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനത്തെ തകർക്കുന്ന, നശിപ്പിക്കുന്ന, ഒരു സമൂഹത്തിൻ്റെ സ്വസ്ഥതയും സ്വൈരജീവിതവും നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ എന്നൊരു നിർബന്ധം അത് നാം പ്രകടിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനായ കുട്ടി തന്നെ പരിചരിച്ച, തനിക്ക് ശുശ്രൂഷകൾ ചെയ്ത, സേവനങ്ങളും സഹായങ്ങളും ചെയ്ത ജൂതനായ കുട്ടി അവൻ സുഖമില്ലാതെ കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ സന്ദർശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ രോഗവിവരങ്ങളൊക്കെ ചോദിച്ചു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനിവിടെ നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നൊരു കാര്യം, ഒരു ജൂതൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് രോഗിയായി മരണാസന്നനായി കിടക്കുന്ന ഒരു കുട്ടിയോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമായത് അമുസ്ലിം എന്നൊരു വൃത്തത്തിലേക്ക് നമ്മൾ പോകണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ്. ഈ സംഘടനയ്ക്ക് പുറത്തുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ രോഗിയായി കിടക്കുമ്പോൾ, ഒരു SSFകാരൻ രോഗിയായി കിടക്കുമ്പോൾ, മറ്റേതെങ്കിലും മുസ്ലിം സംഘടനകളിൽപ്പെട്ട ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അടുത്ത് ചെല്ലാൻ മാത്രം, സന്ദർശിക്കാൻ മാത്രമുള്ള ബന്ധങ്ങൾ നാം കാത്തു സൂക്ഷിക്കാറുണ്ടോ? അങ്ങനെയുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ പോലും രോഗിയായ ഒരാളുടെ അടുത്ത് ചെന്ന് രോഗമായി കിടക്കുന്ന സമയത്ത് ആദർശം പറയാൻ മാത്രമുള്ള ഒരു ആത്മബന്ധം, ആ സന്ദർഭത്തിലും ആദർശം പറയാൻ മാത്രമുള്ള ഒരു ആത്മബന്ധം, അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവരാണോ ഞാനും നിങ്ങളും? ജൂതൻ്റെ കുട്ടി രോഗിയായി കിടപ്പിലാകുമ്പോൾ സന്ദർശിക്കുക മാത്രമല്ല, രോഗവിവരം അന്വേഷിക്കുക മാത്രമല്ല, ആ കുട്ടിയോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ബന്ധത്തിൻ്റെ വ്യാപ്തിയിൽ നിന്നാണ്. അവൻ്റെ കാതിൽ പോയി സ്വകാര്യമായിട്ടല്ല, അവൻ്റെ മാതാപിതാക്കൾ അരികിൽ നിൽക്കുമ്പോൾ അവർ കേൾക്കുമാറ് ഉച്ചത്തിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗിയോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മകനെ മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നത്. ആ കുട്ടി എന്ത് ചെയ്യണമെന്ന അനുവാദത്തിനാണ് ജൂതനായ തൻ്റെ പിതാവിനെ നോക്കിയത്. ജൂതൻ അവിടെ നൽകുന്ന ഉത്തരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ കൂടെ ജീവിച്ച ജൂതന്മാരോടുള്ള ബന്ധത്തിൻ്റെ ആഴം അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആ സംസാരത്തിന് ആ ജൂതൻ നൽകിയ മറുപടിയിൽ അതുണ്ട്. ആ ജൂതൻ പറഞ്ഞത് അബുൽ ഖാസിം എന്നാണ്. സ്വന്തം മകനോട് മരിക്കുന്നതിന് മുമ്പ് മതം മാറിക്കൊള്ളാൻ അനുവാദം നൽകുന്ന, മുഹമ്മദിനെ അനുസരിച്ചു കൊള്ളാൻ അനുവാദം നൽകുന്ന, എൻ്റെ മതം വിട്ട്, എൻ്റെ വിശ്വാസം വിട്ട്, എൻ്റെ ആദർശം വിട്ട് മുഹമ്മദിൻ്റെ മതത്തിൽ നീ ചേർന്നുകൊള്ളുക എന്ന് സമ്മതം കൊടുക്കുന്ന ആ ജൂതനായ കുട്ടിയുടെ ജൂതനായ പിതാവ്, ഞാനിവിടെ പറയുന്നത് ശത്രുത മാത്രം മുസ്ലിങ്ങളോട് കാലാകാലങ്ങളിൽ പ്രകടിപ്പിച്ച ജൂതരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ ആദ്യ ഭാഗത്ത് 5-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചതുപോലെ അല്ലാഹു ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു ഒരിക്കലും വിരോധിച്ചിട്ടില്ല. ഏത് പണ്ഡിതൻ വിരോധിച്ചാലും, ഏത് പുരോഹിതൻ വിരോധിച്ചാലും ശരി, ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിട്ടില്ല. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിട്ടില്ല. ആരുടെ കാര്യത്തിൽ? അല്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരി. രണ്ട് രീതിയിൽ നിങ്ങളെ സമീപിക്കുന്ന ആളുകൾ. ഒന്ന്, ആയുധമെടുത്ത് യുദ്ധത്തിനു വേണ്ടി നിങ്ങളോട് വരുന്ന ആളുകൾ. രണ്ട്, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ ആട്ടിപ്പുറത്താക്കുന്നവർ. ഇവർ ശത്രുതയിൽ, അതിൻ്റെ മൂർധന്യതയിൽ നിൽക്കുന്നവരാണ്. ആയുധമെടുത്ത് സായുധ കലാപത്തിന്, യുദ്ധത്തിന് നിങ്ങളോട് വരുന്ന ആളുകൾ, അവർ നിങ്ങളോടുള്ള ശത്രുതയുടെ മൂർധന്യതയിൽ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ ആട്ടിപ്പുറത്താക്കുന്നവർ,
അവർ നിങ്ങളോടുള്ള വിരോധത്തിൻ്റെ മൂർധന്യതയിൽ നിൽക്കുന്നവരാണ്. അവരോട് രണ്ടു കൂട്ടരോടും മമത വേണ്ടതില്ല, അവരോട് രണ്ടു കൂട്ടരോടും സൗഹാർദ്ദം വേണ്ടതില്ല. അതല്ലാത്തവർ, ഈ നിലപാട് സ്വീകരിക്കാത്തവർ, ഉള്ളിൽ വിരോധമുള്ളവരുണ്ടാവാം, ഉള്ളിൽ ശത്രുത ഉള്ളവരുണ്ടാകാം, എതിർപ്പുള്ളവരുണ്ടാകാം, നശിച്ചു പോയെങ്കിൽ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം, അതിന് നിഗൂഢമായി പണിയെടുക്കുന്നവരും പരിശ്രമിക്കുന്നവരും ഒക്കെ ശത്രു സമൂഹത്തിലുണ്ടാകാം. പക്ഷേ ഈ രണ്ട് വിഭാഗമല്ലാത്തവരോടുള്ള നിങ്ങളുടെ നിലപാട് അന്തബറൂഹും വത്തുക്സിതു ഇലൈഹിം, അവരോട് പുണ്യം ചെയ്യലാണ്, അവരോട് നീതി കാണിക്കലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന നിലപാടെന്നാണ് തീർച്ചയായും ഞാനും നിങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, തീർച്ചയായും നാം ജീവിക്കുന്ന സമൂഹം ഒരു ബഹുമത സമൂഹമാണ്. എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. നമ്മുടെ പൂർവികർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികൾ എങ്ങനെയാണ് ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നതിൻ്റെ പച്ചയായ മാതൃക നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് പ്രയോഗവൽക്കരിച്ച് കടന്നുപോയ ആളുകളാണ്. ഈ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളോടൊപ്പം, ഈ നാട്ടിലുള്ള എല്ലാത്തരം മനുഷ്യരോടും ഒപ്പം നിന്നുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയി കാണിച്ച പൂർവികരുടെ പാത അത് തന്നെ പിന്തുടർന്ന് ഇസ്ലാമികമായ മര്യാദയുടെ, ഇസ്ലാമികമായ പ്രതികരണ രീതികളുടെ, ഇസ്ലാമികമായ സ്വഭാവങ്ങളുടെ, ഇസ്ലാമികമായ പെരുമാറ്റങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് മാനസികമായ അടുപ്പവും ഐക്യവും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ടെന്നാണ് വളരെ വിനീതമായി എനിക്ക് നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കലും ഒരു പ്രബോധക കൂട്ടായ്മ എന്ന നിലക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവ്യക്തതയോ സംശയമോ സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ. നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ നിൽക്കുമ്പോൾ രണ്ടാളുകൾ ഇങ്ങനെ വന്നു. ആ രണ്ടാളുകൾ അവരുടെ അടുത്തേക്ക് എത്താതെ അവർ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പിന്നാലെ ചെന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യ സഫിയയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രബോധകൻ എന്ന നിലക്ക് പ്രബോധിതരുടെ മനസ്സിൽ തന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായ ഒരു ധാരണ ഉണ്ടായിക്കൂടാ എന്ന നിലക്കുള്ള ഒരു ഇടപെടലാണ് അവിടെ നടത്തിയതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രബോധിതർ നമ്മളിൽ വിശ്വാസമുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളോട് ആദരവുള്ളവരും ആദർശമായി വിരോധം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി അടുപ്പങ്ങളും ബന്ധങ്ങളും പുലർത്തുന്നവരുമാകണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളാവുക. അങ്ങനെ ആകുമ്പോഴാണ് ഒരു സമൂഹത്തോട് കൃത്യമായി ആദർശം പറയാനാവുക. ആളുകളോട് വെറുപ്പ് പ്രകടിപ്പിച്ചാലേ അവർക്ക് ആദർശം തിരിയൂ എന്ന് പറയുന്നത് അത് ഇസ്ലാമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളല്ല. അതാരുടെയോ കുബുദ്ധിയിൽ ഇസ്ലാമിനെതിരെ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജനങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ചാലേ അവർക്ക് ഇസ്ലാം മനസ്സിലാകൂ, നമ്മുടെ ആദർശം മനസ്സിലാകൂ എന്ന് ചിന്തിക്കുന്നത് വലിയ അപകടമാണ്, വലിയ വിപത്താണ്. അത്തരത്തിലുള്ള സന്ദേശങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ, സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ നല്ല ഭാവി ആഗ്രഹിച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള അധ്വാനങ്ങളാണ്, പരിശ്രമങ്ങളാണ്, പ്രയത്നങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അറബിക് കോളേജുകളിൽ, അറബിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നമ്മളിൽ നിന്ന് കേരളീയ പൊതുസമൂഹം വലിയ പ്രതീക്ഷയോടെ, വലിയ സ്വപ്നങ്ങളോടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് തിരിച്ചറിഞ്ഞ് കേരളത്തിന് ആവശ്യമായ വിഭവങ്ങളായി മാറാൻ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ആവശ്യമായ മുതൽക്കൂട്ടുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്ന് മാത്രം വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.